മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇന്ന് പതിവിന് വിപരീതമായി ക്ലബിൽ പോവാതെ ചില കളികൾ കാണാനും കാണിക്കാനുമായി നേരെ ഋഷി ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച വരണ്ടായിരുന്നു എന്നൊരു നിമിഷം തോന്നിപ്പോയി അവന്. ഈശ്വര, പിടിച്ചതിലും വലുതാണല്ലോ അളയില്. അവൻ തലക്ക് കൈകൊടുത്ത് നിന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ടത് ആദ്യ ഉണ്ണിയും കൂടെ തകർത്ത് ഡാൻസാണ്. ടിക്ടോക്ക് വീഡിയോ എടുക്കുവാണോ? വീഡിയോ പിടിക്കുന്ന തനു അവളും ചിരിച്ചു മറിയുന്നുണ്ട്. കൂടെ മുട്ടുവരെയുള്ള മിടിയും കൈയില്ലാത്ത ടോപ്പും ഇട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു പെൺകൊച്ച് അങ്ങോട്ട് തിരിഞ്ഞിൽപ്പുണ്ട്. യുദ്ധഭൂമിയിലേതാ ഒരു പുതിയ ഭടനെന്നറിയാൻ ഋഷി ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങിയതും പാട്ടിന്റെ താളം മാറിയതും അതിനനുസരിച്ച് സ്റ്റെപ്പിട്ട് ആ പെൺകുട്ടി മുന്നോട്ട് തിരിഞ്ഞ് ഒരുമിച്ചായിരുന്നു. ദേവിയേ മുത്തി! ഋഷി നെഞ്ചത്ത് കൈവച്ച് രണ്ടടി പിന്നോട്ട് നിന്നു. തനുവിന്റെ കുട്ടി മിടിയും ഇട്ട് മുടിയും അഴിച്ചിട്ട് മുഖം മുഴുവൻ പുട്ടിയും അടിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് നിൽക്കുന്ന മുത്തിയ ഋഷി പകച്ച് നോക്കി. അല്ലെങ്കിലേ കിളവി കരവട്ടാ, ഇവളിത് മുഴുവട്ടാക്കും. ഇന്നത്തോടെ തീർത്തു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഭ്രാന്ത്. ഋഷി നിന്ന് പല്ലിയരിച്ചു. ഒരൊറ്റ അലർച്ച. അതോടുകൂടി ഡാൻസുകാർ മൂന്നാളും മൂന്നിടത്തേക്ക് ചിതറിത്തെറിച്ചു. പാവം തനു ഓടാൻ പോലും മറന്ന് നിന്നുപോയി. അവരെല്ലാം പോയെന്ന് ഉറപ്പായപ്പോൾ ഋഷി ഒരു വഷളച്ചിരിയോടെ അവിടെ അടുത്തേക്ക് വന്നു. ആവും വരുന്തോറും അവൾ പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഈശ്വര, സിനിമയിലെ സീൻ പോലെ ഉണ്ടല്ലോ, ഇങ്ങേരുത് എന്തിനുള്ള പുറപ്പാടാ? പിറുപിറുത്തുകൊണ്ട് പിന്നോട്ട് നീങ്ങി അവൾ ചുമരിലടിച്ച് നിന്നു. ഋഷി രണ്ട് കൈ കൊണ്ട് അവൾ ഇരുവശത്തുനിന്ന് ലോക്കാക്കി. എങ്ങോട്ടാടി ഓടുന്നത്? അടങ്ങി നിൽക്ക്. ഋഷിയേട്ടനൊന്ന് കാണട്ടെ എൻ്റെ കുട്ടീനെ. അവൾ എൻ്റെ കൈകൾക്കുള്ളിൽ കിടന്ന് പുളഞ്ഞു. എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ ഒരു വഴിയുണ്ടോ എന്ന് തന്നെ ചുറ്റും നോക്കി. നോക്കണ്ട ലോക്ക, അടങ്ങി ഒതുങ്ങി നിന്നാ മോൾക്കുള്ള അല്ലേ? അതും പറഞ്ഞ് ഒന്നുകൂടെ അവൻ മുഖം അവളോട് അടുപ്പിച്ചതും അവന്റെ ശ്വാസം തന്റെ മുഖത്ത് തട്ടിയതും തളരുന്ന പോലെ തോന്നി അവൾക്ക്. ഇതുവരെ സംഭരിച്ച ധൈര്യമെല്ലാം ഒലിച്ചു പോകുന്ന പോലെ ഋഷിയുടെ കണ്ണുകൾ അവളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്തു. പരിഭ്രമിച്ചുള്ള അവളുടെ നിൽപ്പും പിടച്ചിലും മേൽച്ചുണ്ടിലെ വിയർപ്പ് തുള്ളികളും അവനിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു. അവൻ മുഖം പതിയെ അവളുടെ കഴുത്തിനോടടുപ്പിച്ച് ചെവിയോരം ചേർത്ത് വെച്ചു. അതെ, എല്ലാവരും ഉറങ്ങിയിട്ടെന്ന് ഞാൻ വരാം. മുടങ്ങിക്കിടന്ന ഫസ്റ്റ് നൈറ്റ് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? അപ്പൊ രാത്രി കാണാവേ, ഒരുങ്ങിയിരുന്നു. അതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ മുഖമെന്ന് ചെറുതായിട്ട് ഉരസി അവൻ നടന്നുപോയി. താൻ ഇപ്പോഴും നടന്നതിൻ്റെ ഷോക്കിലാണ്. അവൻ്റെ ഓരോ സ്പർശനവും തന്നിൽ വല്ലാത്ത മാറ്റം ഉണ്ടാക്കുന്ന പോലെ. കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ ചെറുതായി പതിഞ്ഞ ഭാഗത്ത് അവളുടെ കൈകൾ അറിയാതെ നീങ്ങി. ശ്വാസം പോലും എടുക്കാൻ മറന്നുകൊണ്ട് അവൾ ആ നിൽപ്പ് നിന്നു. ഋഷി പോയി എന്ന് കണ്ടപ്പോൾ പല ഭാഗത്തായി വിളിച്ചവർ തലയും പൊക്കി മുന്നോട്ട് വന്നു. എന്തുണ്ടായി? കൊന്നോ കാട്ടണം? ഉണ്ണിക്ക് അവിടെ നിൽപ്പണ്ടപ്പോൾ തന്നെ എന്തോ പന്തിയേട് തോന്നി. കൊന്നു കാണില്ല, വേറെന്തെങ്കിലും കാര്യമായിട്ട് കൊടുത്തു കാണും. ആദ്യം ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി പറയുമ്പോഴേക്കും അവൾ വേറെ ഏതോ ലോകത്തിലെന്ന പോലെ യാന്ത്രികമായി അടുക്കളയിലേക്ക് നീങ്ങിയിരുന്നു. ഇവൾക്ക് ഇതെന്താ പറ്റിയേ? നീലാവത്തഴിച്ചിട്ട കോഴിയെപ്പോലെ പോകുന്നുണ്ടല്ലോ. ഉണ്ണിക്ക് അവിടെ പോക്കേണ്ട എന്തോ പന്തിയേട് മണത്തു. അവൾക്ക് വലതും പറ്റിക്കോട്ടെ, പക്ഷെ മോനങ്ങോട്ട് ലൈൻ അധികം വലിക്കണ്ട. അതെന്താ വലിച്ച ഷോക്ക് അടിക്കോ? ചിലപ്പോൾ അടിച്ചെന്ന് വരും. ഷോക്കല്ല, റീഷിയേട്ട നിന്റെ ചെവിക്കല്ലിനിട്ട്. അത് ഞാനങ്ങ് സഹിച്ചു ആദിക്കിട്ടാ. വേലക്കാരിയായിരുന്നാലും അവളെന്റെ മോഹവല്ലിയാണ് മോനെ. അതും പറഞ്ഞ് ചാടിത്തുള്ളി ഉണ്ണി അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അവന്റെ അന്ത്യം മിക്കവാറും ഋഷിയുടെ കൈകൊണ്ടാണെന്ന് ആദിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും ഋഷിയുടെ കണ്ണുകൾ തനുകൾ തറഞ്ഞു നിന്നു. അവളുടെ പേടിച്ചരണ്ട ഭാവം അവനിൽ ഒരു ചെറുചിരി വിരിയിച്ചു. ആദിയുടെ കണ്ണുകൾ ഋഷിയിലും തനുവിലും മാറി മാറി നടന്നു. അവന് എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഇതൊന്നും അറിയാതെ തനുവിനെ സ്വപ്നം കണ്ട് ഉണ്ണി വെട്ടി വിഴുങ്ങിയായിരുന്നു. രാത്രി എല്ലാ പണിയും തീർത്ത് മേല് കഴുകി റൂമിൽ വന്ന് വാതിലടച്ച് സീറോ ബൾബ് ഇട്ടതും തൊട്ടുമ്പിൽ ഋഷിയെ കണ്ട് അവൾ ഒച്ചയിട്ടു. അലറി വിളിച്ചിട്ട് ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വന്നില്ല. നോക്കിയപ്പോൾ ഋഷി ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ ചുറ്റി മറ്റേ കൈ കൊണ്ട് വാടച്ച് പിടിച്ചിരിക്കുകയാണ്. അവൻ അവളെ ചുമരിനോട് ചേർത്ത് നിർത്തി. ഇനി ഒച്ചയിട്ടാലേ ഈ ചുണ്ട് ഞാനിങ്ങ് കടിച്ചെടുക്കും. ആ ഒരൊറ്റ ഭീഷണിയിൽ അവളൊന്ന് അടങ്ങി. ഋഷി മെല്ലെ കൈകൾ മാറ്റി. തന്നെ പേടിയോടെ നോക്കുന്ന ആ മിഴികളിൽ അവന്റെ നോട്ടം പതിഞ്ഞു. അത് നേരിടാനാവാതെ അവൾ തലതാഴ്ത്തി. ഒരു നിമിഷം താൻ എന്തിനാണ് വന്നതെന്ന് പോലും മറന്ന് അവനും നിന്നു. തന്റെ ഹൃദയതാളം മുറുകുന്ന പോലെ ചേർത്തൊന്ന് പിടിക്കാനുള്ള തുടികൊട്ടി. അവന്റെ കൈകൾ ദാവണി വിടവിലൂടെ അവിടെ ഇടുപ്പിലമർന്നും അവൾ പെരുവിരലിൽ ഉയർന്നു പൊങ്ങി. അവന്റെ ചുണ്ടുകൾ അവിടെ തുടുത്ത അത്തരങ്ങളിലേക്ക് നീങ്ങിയതും തനു സർവ്വശക്തിയും എടുത്ത് അവനെ ആഞ്ഞു തള്ളി. ഋഷി നേരെ ചെന്ന് കട്ടിൽ പോയി വീണു. കട്ടിലിന്റെ കാലിൽ തലയിടിച്ച് ചെറുതായി മുറിയുകയും ചെയ്തു. താൻ ഇടുപ്പിൽ ഒളിപ്പിച്ച ചെറിയ കത്തിയുമായി അവനടുത്തേക്ക് വന്ന് നേരെ കഴുത്തിൽ ചേർത്ത് വെച്ചു. വരുമെന്ന് എനിക്കറിയായിരുന്നു, കരുതി തന്നെയാ നിന്ന്. ഇനി മേലാൽ അനുവാദമല്ല എൻ്റെ ശരീരത്തിലെങ്ങനെ തൊട്ടാ കുത്തി കയറ്റി ഞാൻ പള്ളക്ക്. ഓർത്തോ,
ഋഷഭ് മഹേന്ദ്ര, തനുവിനെ ശരിക്കും തനിക്കറിയില്ല. അവൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവരൊന്ന് പതറിപ്പോയിരുന്നു. ഒന്നും മിണ്ടാൻ നിന്നില്ല. വല്ലതും പറഞ്ഞാൽ ബോധമില്ലാത്ത കൊച്ചാ. കഴുത്തിലൊന്ന് വരഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഋഷി ഇരുന്ന് വിയർത്തു. നിന്നെ ആ പിന്നെ എടുത്തോളാടി അഹങ്കാരി. ഓ ആയിക്കോട്ടെ. അവൻ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. റൂമിൽ ചെന്നപ്പോൾ ആദി ഉണ്ണി ഉറങ്ങിയിട്ടില്ല. ആദിയുടെ മുഖത്ത് എന്തോ കള്ള ലക്ഷണം. എന്താടാ ഉറങ്ങുന്നില്ലേ? ഋഷി അങ്ങോട്ട് ചീറി. നാളെ അവധിയല്ലേ ഏട്ടാ, ഞങ്ങളിവിടെ ഇരുന്ന് വിജയുടെ കത്തി ഫിലിം കാണുകയായിരുന്നു. എന്തോന്ന്? അല്ല കത്തിയേ, കത്തി. എവിടെയോ എന്തോ ചീഞ്ഞ് നാറിയോ. ഋഷിക്ക് എന്തോ കല്ലടിച്ചെങ്കിലും പിന്നെ ഒന്നും ചോദിക്കാതെ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഒഴിവായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. എന്താ ഋഷി കുട്ടാ നെറ്റിയിലൊരു തിലകക്കുറി? അവന്റെ നെറ്റിയിലെ മുറിപ്പാട് കണ്ടതും മുത്തി ചോദിച്ചു. ഋഷി കഴിച്ചുകൊണ്ടിരുന്ന് നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങി. ആദി ചിരിയോടെ തനുവിനെ നോക്കി. അവളതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അത് മുത്തി ഒന്ന് വീണതാ. ഋഷി പല്ല് കടിച്ച് പിടിച്ച് അവളെ നോയിക്കൊണ്ട് പറഞ്ഞു. വീണതായാലും കൊള്ളാം, വീഴ്ത്താൻ പോയതാണെങ്കിലും കൊള്ളാം. മുത്തി പറഞ്ഞു. വീണ്ടും ഋഷിക്ക് എന്തോ ചീഞ്ഞു നാറി. അവൻ സംശയത്തോടെ ചുറ്റും നോക്കിയതും എല്ലാവരും കഴിപ്പിൽ മുഴുകിയിരിക്കുകയാണ്. അവനെ ശ്രദ്ധിക്കുന്നതേയില്ല. എവിടെയോ എന്തോ. അവന് വീണ്ടും എന്തോ കല്ലടി ഫീൽ ചെയ്തു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, കരുതിയിരുന്നോ? അവൻ നെറ്റിയിലെ മുറിപ്പാടിൽ തഴുകിക്കൊണ്ട് അവളെ രൂക്ഷമായി നോക്കി മനസ്സിൽ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞതും ഋഷി പുറത്തേക്ക് പോയി. പിന്നെ രാത്രിയാണ് വന്നത്. വന്നപ്പോൾ കണ്ട് നാളെ ക്രിസ്തുമസ് ആയ കാരണം പുൽക്കൂട് ഒരുക്കുന്ന ആദിയെയും ഉണ്ണിയെയും തനുവിനെയുമാണ്. വീട് മൊത്തം മാല ബൾബ് ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഒരുക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുൽക്കൂട്ടിൽ വെക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണെന്നുള്ള തർക്കത്തിലാണ് മൂന്നാളും. ഇതുവരെ ഇല്ലാത്താണല്ലോ ഇതൊക്കെ. ഋഷി താടി ചൊറിഞ്ഞുകൊണ്ട് കളിച്ചും ചിരിച്ചും പരസ്പരം തള്ളിയിട്ടും പുൽക്കൂടൊരുക്കുന്ന അവരെ നോക്കി അന്തം വിട്ട് നിൽപ്പുണ്ട്. ഒരു പെൺകുട്ടി വീട്ടിലുണ്ടാകുമ്പോഴുള്ള മാറ്റങ്ങൾ അവൻ നോക്കിക്കാണുകയായിരുന്നു. വേർ ഈസ് ദി കിങ്? ഈ കൂട്ടത്തിലെ കൊമ്പനെവിടെ? ഋഷി സ്വയം ചോദിച്ചുകൊണ്ട് മുത്തിക്കായി ചുറ്റും തിരഞ്ഞതും മാലപ്പടക്കം പൊട്ടിയത് ഒരുമിച്ചായിരുന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ കരോൾ പാർട്ടി ആടിയും പാടി അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സാന്താപ്പൂപ്പൻ നടുക്ക് നിന്ന് ഹൗസിംഗ് കോളനിയുടെ പിള്ളേരൊപ്പം പുതിയ ഡിസ്കോ സ്റ്റെപ്പൊക്കെ ഇട്ട് ആടി തകർത്തുകൊണ്ട് വരുന്നുണ്ട്. പുത്രൻ പിറക്കുമെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു. ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോടു കാതോരം കേട്ടിരുന്നു. ദൈവപുത്രൻ പിറക്കുമെന്ന് കാതോടു കാതോരം കേട്ടിരുന്നു. കരോൾ സംഘം ഗാനവും പാടിക്കൊണ്ട് ആടിത്തകർത്ത് പടക്കം പൊട്ടിച്ച് മുറ്റത്തേക്ക് കയറിയതും ആദി ഉണ്ണി ഓടി വന്ന് അവരുടെ കൂടെ ചേർന്ന് പാട്ടനുസരിച്ച് തകർത്ത് ഡാൻസ് കളിച്ചു. തനു അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഋഷി മാത്രം ഏറി പിടിച്ച് സൈഡിൽ അവരെ നോക്കി നിൽക്കുന്നു. അവന്റെ കണ്ണുകൾ അപ്പോഴും മുത്തിക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടേയിരുന്നു. എവിടെ പോയി? ഇനി കേണലങ്ങളുടെ കൂടെ ഒളിച്ചോടി പോയോ? പറയാൻ പറ്റില്ല, അമാതിരി മുതലാ. അപ്പോഴേക്കും സാന്താപ്പൂപ്പൻ ഓടി വന്ന് ഋഷിയെ പിടിച്ചു വലിച്ച് ഡാൻസ് കളിക്കുന്നവരെ കൂട്ടത്തിൽ കൊണ്ടുവന്നിരുന്നു. പിന്നെ അവന്റെ കൈ പിടിച്ച് ഡാൻസ് കളിപ്പിക്കാനെല്ലാം തുടങ്ങി. ഇടയ്ക്ക് കാലിനിട്ട് അറിയാത്ത പോലെ നല്ല ചവിട്ടും കൊടുക്കുന്നുണ്ട്. ഋഷി വിടിയിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും സാന്ത അവനെയും കൂടെ ഡാൻസ് കളിച്ച് പൊളിച്ചടുക്കി. ആദി ഉണ്ണിയും തനുവെല്ലാം ഋഷി റോബോട്ടിനെ പോലെ ഡാൻസ് കളിക്കുന്നുണ്ട്. ചിരി കടിച്ചമർത്തി നിൽക്കുന്നുണ്ട്. കരോൾ സംഘം ആഘോഷമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങിയതും ഗേറ്റിനടുത്തെത്തിയപ്പോൾ സാന്താപ്പൂപ്പൻ മുഖം മൂടി പൊക്കി ഋഷിയെ നോക്കി. പിന്നെ ഒന്ന് കണ്ണിറുക്കിയതും അവൻ വീണ്ടും നെഞ്ചിൽ കൈവച്ചു. മുത്തി കള്ളക്കിളവി, മനുഷ്യനെ നാണം കിടത്താൻ കച്ചയിട്ട് ഇറങ്ങിയിരിക്കുക, വരട്ടെ ഇന്നിങ്ങോട്ട്. ഋഷി നിന്ന് പിറുവിറുത്തു. ടിക്ടോക്ക് ചെയ്യാത്തുള്ള ദേഷ്യം നിർത്താണെന്ന് അവന് മനസ്സിലായിരുന്നു. ഋഷി പിറുവിറുത്തുകൊണ്ട് വീണ്ടും ചവിട്ട് നാണത്തിന്റെ 2 സ്റ്റെപ്പിട്ട് അകത്തോക്ക് കയറിപ്പോയി. അതെല്ലാം കണ്ട് മോർ സംഘം തലതള്ളി ചിരിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അവധിയായതുകൊണ്ട് എല്ലാം പുതച്ചു മൂടി കിടന്നുറങ്ങിയാണ്. ഋഷി രാവിലെ തന്നെ ജോഗിങ്ങിന് പോയി തിരിച്ചു വന്നു. ഒരു കട്ടൻ കാപ്പിയിട്ട് പത്രപാരായണത്തിന് ഉമ്മർത്ത് വന്നിരുന്നു. ഒരു കയ്യിൽ ചൂട് ചായ മൂതി കുടിച്ചുകൊണ്ട് അവൻ പത്രവായന തുടങ്ങിയതും ചരമക്കോളത്തിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. കുടിച്ചിരുന്ന ചൂട് ചായ തെറിച്ച് പത്രത്തിൽ വീണു. അവൻ അവിശ്വസനീയതയോടെ വീണ്ടും വീണ്ടും അതിലേക്ക് കണ്ണുകൾ ഓടിച്ചു. സ്വർഗത്തിൽ 1-ാം പിറന്നാൾ, തൻവി ആനന്ദ്, കൂടെ അവളുടെ ഫോട്ടോയും. ഋഷിയുടെ കണ്ണുകൾ പേപ്പറിലേക്കും തന്നെ നേർക്ക് നടന്നു വരുന്ന തനുവിലേക്കും അവിശ്വസനീയതയോടെ മാറി മാറി നോക്കി. ആ എവിടെ ഇരിക്കായിരുന്നു, ദാ ചായ. അവൾ ചായ നീട്ടിയെങ്കിലും ഋഷി ഇപ്പോഴും ഏതോ മരവിച്ച അവസ്ഥയിൽ അവൾ തന്നെ നോക്കിയിരിക്കുകയാണ്. ആഹാ, ചായ ഇട്ടായിരുന്നോ? എന്നാ വാ തുറന്ന് പറഞ്ഞൂടെ? അവന്റെ കയ്യിലെ ചായ ഗ്ലാസ് കണ്ടതും അവൾ പിന്നെയൊന്നും പറയാതെ അകത്തേക്ക് തന്നെ തിരിച്ചുപോയി.
ഋഷി എന്ത് ചെയ്യണമെന്നറിയാ കുറച്ചു നേരം മരവിപ്പോടെ ഇരുന്നു. പിന്നെ ഫോൺ എടുത്ത് മനുവിനെ വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മനുവിന്റെ ബൈക്ക് അവിടേക്ക് പാഞ്ഞെത്തി. വന്നതും ബൈക്ക് സ്റ്റാൻഡിൽ പോലും ഇടാതെ ഋഷിയുടെ മുറിയിലേക്ക് ഓടി. എന്താടാ, എന്തു പറ്റി? ആ കിളവി പടിയായോ? നീ എന്തിനാ വേഗം വരാൻ പറഞ്ഞ്? ആംബുലൻസ് പറയട്ടെ? മനു കിതച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വന്നു. അതൊന്നും അല്ലടാ. അല്ലേ, ചുമ്മാ മനുഷ്യനെ ആശിപ്പിച്ചു. റീത്ത് വാങ്ങി വരാഞ്ഞത് ഭാഗ്യം. തള്ളേന്റെ തല കൊയ്തേനെ. മനു നിന്ന് പിറുവിരുത്തു. ഋഷി പത്രാവിനെ നേർക്ക് നീട്ടി വാർത്ത കാണിച്ചു കൊടുത്തു. മനു അതിലേക്ക് കണ്ണു നട്ടതും നെഞ്ചിലേക്ക് ഒരു കൊള്ളിയാൻ മിന്നി. അവൻ ഞെട്ടലോടെ ഇനിയും വിശ്വാസം വരാതെ ഋഷിയെ തുറിച്ചു നോക്കി. ഇന്നത്തെ പത്രമാ ഞാൻ കണ്ടു, നിന്നെ വിളിച്ച. വേറെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഋഷി ഒരു തരം അറിവിപ്പോടെ പറഞ്ഞു. മനുവും ഞെട്ടിലാണ്. എന്നാലും ഇതെങ്ങനെയാടാ? ഇവളിന് പ്രേതാണോ ദൈവമേ? പ്രേതം ഭൂതൊന്നുമല്ല, ഇത് വേറെന്ത് ഉടായിപ്പാ. ഫോട്ടോ അടക്കമുണ്ട്, അതാ മനസ്സിലാവാത്തത്. ഇവളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞ്? കളമശ്ശേരി എങ്ങാണ്ടാണ്, കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്തായാലും നീ പെട്ടുപോനെ. സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച ആളല്ല. മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ആസ്ഥാനത്തെ കോമഡി. ഇന്ന് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് തന്നെ കാര്യം. അറിയുന്നതൊക്കെ കൊള്ളാം, ഇതിനെ തലയിന്ന് ഒഴിവാക്കാനും നോക്കിക്കോ. അലി കുരിശാവും. വേറെ ആരെങ്കിലും കണ്ടോ? ആവറ്റകളൊക്കെ പത്രം വാങ്ങിക്കുന്ന കൂട്ടത്തിലില്ലാത്തതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. അലേ കഴിഞ്ഞതിനെ കത്തിക്കല്. അപ്പോഴേക്കും ആദ്യ ഉണ്ണിയും കൂടെ ഋഷിയുടെ റൂമിലേക്ക് വന്നിരുന്നു. ആഹാ, പൊട്ടനും കുട്ടനും ഉണ്ടല്ലോ. ഋഷിയെയും മനുവിനെയും ഒരുമിച്ച് കണ്ട് ഉണ്ണി പുറകിലായി വന്ന തനുവിന്റെ ചെവിയിൽ പറഞ്ഞു. തനു ചേച്ചി, ഇതാണ് നമ്മുടെ ഋഷിയുടെ ചങ്ക്, മിസ്റ്റർ മനു. ആദ്യം തനുവിന് മനുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. കണ്ടോടാ, അവിടെ നോട്ടം കണ്ടോ? എന്തോ ഒരു കള്ളലക്ഷണമല്ലേ? തനുവിനെ നോട്ടം കണ്ടതും മനു ഋഷിയുടെ ചെവിയിൽ പറഞ്ഞു. എന്താണ് രണ്ടും കൂടി ഒരു കുശുകുശുപ്പ്? എന്തോ കള്ളത്തരമുണ്ടല്ലോ. ആദ്യം സംശയത്തോടെ രണ്ടുപേരെയും നോക്കി. ആ, കള്ളത്തരം തന്നെയാ. ചിലരുടെ കള്ളത്തരം കയ്യോടെ പൊക്കും. അതിനുള്ള മുന്നൊരുക്കാ. എന്താ? ഋഷി തനുവിനെ നോക്കിക്കൊണ്ട് ആദ്യോടായി പറഞ്ഞു. അവൾക്കൊന്നും മനസ്സിലായില്ല. സുഖാണ് മനുവേട്ടാ? അവൾ നടന്ന് മനുവിന്റെ അടുത്തേക്ക് വന്ന്. ദേ അടുത്ത് വരരുത് ശ്രീദേവി. തനു അടുത്തേക്ക് വരുന്നതോറും മനു പിന്നിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അവർക്ക് കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി നിന്നു. അവന് പിന്നെ പണ്ടേ ഒരു പിരി കുറവായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാൻ പോയില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. പെട്ടെന്ന് മഴ ചാർന്ന് കണ്ടപ്പോൾ അഴയിൽ വിരിച്ചിട്ട് തുണികൾ എടുക്കാൻ തന്നെ മുകളിലേക്ക് പോയി. മനു നോക്കി കണ്ണ് കാണിച്ചപ്പോൾ ഋഷി അവളുടെ പിന്നാലെ മുകളിലേക്ക് നടന്നു. തുണിയെടുത്ത് തിരിഞ്ഞതും പിന്നിൽ നിന്നൊരു കൈ വന്ന് അവളെ വാപത്തിപ്പൊക്കെ എടുത്തുകൊണ്ടുപോയി. അലറി വിളിച്ചെങ്കിലും പിടിയുടെ ശക്തി കാരണം ഒരു കുഞ്ഞു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. മുകളിലെ വിറകൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റോർ റൂമിലെത്തിയപ്പോഴാണ് അവളിലെ പിടി അഞ്ഞതും അവളൊരു മൂലയിലേക്ക് തള്ളിയിട്ടതും. റൂമിൽ ആരണ്ട വിളിച്ചതിൽ തന്നെ നേർക്കൊന്ന ആളെ അവൾ തിരിച്ചറിഞ്ഞു. ഋഷി? അവളുടെ ചുണ്ടുകൾ പേടിയോടെ മന്ത്രിച്ചു. അവന്റെ മുഖത്തെ ഗൗരവവും ദേഷ്യഭാവവും അവളിലെ പേടി ഒന്നുകൂടി കൂട്ടി. ഋഷിപതി അവൾക്കരികിൽ വന്നു നിന്ന് അവളുടെ ഭയം നിഴലിക്കുന്ന കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ആരാടി നീ? എന്നതിന്റെ ഉദ്ദേശം? ഋഷിയുടെ ചോദ്യം അവളിൽ ഒരു ഉൾക്കിടലം ഉണ്ടാക്കിയെങ്കിലും അത് സമർത്ഥമായി മറച്ചുകൊണ്ട് അവൾ പുഞ്ചിരിയോട് അതിനെ നേരിട്ടു. അതെന്ത് ഋഷിയായിട്ട് അങ്ങനെ ചോദ്യപ്പോ? എന്നെ അറിയില്ലേ? തൻവി. കൂടുതൽ പറഞ്ഞാൽ മിസ്സിസ് തൻവി ഋഷഭ് മഹേന്ദ്രൻ. അപ്പൊ പിന്നെ ഇതാരാടി? തന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ അവൾക്ക് നേരെ എറിഞ്ഞുകൊണ്ട് അവൻ അലറിയതും അവൾ പേടിയോടെ അത് എടുത്തു നോക്കി. തന്റെ ചിത്രത്തിൽ അവളുടെ കണ്ണുകളുടക്കിയതും പേടി കൊണ്ട് മുഖം വിളറി വെളുത്തു. അവൾ ദയനീയമായി പേടി വിളിച്ചോന്ന മിഴികളോടെ അവനെ നോക്കി. എന്താടീ നാവിറങ്ങിപ്പോയോ നിന്റെ? ഒന്നും പറയാലോ നിനക്ക്? എന്താ ഇതെന്ന്? അവൻ അവളുടെ മുടിയിൽ കടന്നു പിടിച്ചു. ഋഷിയുടെ പ്ലീസ് വിട്ടു, വേദനിക്കുന്നു. അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ഒരു വേള അവന്റെ ഹൃദയത്തിൽ നീറ്റിലുണ്ടാക്കിയതും പിടിവിട്ടവൻ നീങ്ങി നിന്നു. പക്ഷെ അവൾ നടന്നു നീങ്ങാൻ പോയതും അവൻ പിടിച്ച് നെഞ്ചിലേക്കിട്ട് വട്ടം പിടിച്ചു. നീ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്കറിയണം. അതിനുള്ള അവകാശമുള്ളതുകൊണ്ട് തന്നെയാ ചോദിക്കുന്നത്. അവന്റെ ശ്വാസ നിശ്വാസങ്ങൾ തന്നെ മുഖത്ത് പതിയുമ്പോൾ ഹൃദയം നിലച്ച അവസ്ഥയോടെ തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ അവൾ നിന്നു. തള്ളി മാറ്റാൻ നോക്കുന്തോറും അവന്റെ കൈകൾ അവളിൽ കൂടുതൽ മുറുകി. ഋഷിയേട്ടാ പ്ലീസ്, അവൾ നിന്ന് കെഞ്ചി. പറയാ, നീ പോകില്ല ഇവിടുന്ന്. ചങ്കിൽ തീയായിട്ടാ ഞാൻ നിൽക്കുന്നത്. അത് അണക്കാൻ നിനക്കേ കഴിയൂ. പറ, എന്താ ഇതിന്റെ സത്യാവസ്ഥ? എനിക്കറിയില്ല ഇതിനെപ്പറ്റി. സത്യമായിട്ടും അറിയില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ ജീവനോടെ ഇല്ലേ? പിന്നെന്താ? ആരെങ്കിലും തെറ്റിക്കൊടുത്താവോ? അല്ല, എനിക്കറിയില്ല. വിശ്വസിക്കണം പ്ലീസ്. അവൾ കണ്ണീരോടെ കെഞ്ചിയതും ഋഷി ഒന്ന് അയഞ്ഞു. വിശ്വസിക്കുന്നു ഈ ഒരു പ്രാവശ്യത്തേക്ക്. പക്ഷേ കള്ളം പറഞ്ഞാണെങ്ങാനും അറിഞ്ഞാ അന്ന് നീ പുറത്താ, ഈ വീട്ടിൽ നിന്നും. പിന്നെ അവൻ പറഞ്ഞൊന്നും മുഴുമിക്കാതെ അവളൊന്നും നോക്കൂടി ചെയ്യാതെ ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി. അവന്റെ പോക്ക് നോക്കി തന്നോട് തളർന്നിരുന്നു. എത്ര നേരമെന്ന് പോലും അറിയാതെ അന്ന് മുഴുവൻ അവൾ അവന്റെ കണ്ണിൽ പെടാതെ നടന്നു. അവനും പൂർണ്ണമായി അവൾ അവഗണിച്ചു. അവധി ദിവസമായത് കാരണം ഇതിന്റെ സത്യാവസ്ഥ തിരക്കി പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അവൻ. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോഴും അവനൊരു നോട്ടം പോലും തന്റെ നേർക്കിൽ എന്നുള്ളത് അവളെ വല്ലാതെ ഒന്ന് വേദനിപ്പിച്ചു. മനസ്സിൽ എന്തോ ഒരു വിങ്ങൽ പോലെ.
അവളുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് തന്റെ നേർക്ക് പാളി വീഴുന്ന അറിഞ്ഞിട്ടും അബദ്ധവശാൽ പോലും അവളെ ഒന്ന് നോക്കാതിരിക്കാൻ അവനും ശ്രദ്ധിച്ചു. ഓഫീസിൽ ചെന്നിട്ടും ഋഷിക്ക് ഒരു മനസ്സമാധാനവും കിട്ടിയില്ല. വെരികിനെ പോലെയുള്ള നടപ്പ് കണ്ടിട്ട് മനു അന്തം വിട്ടിരിക്കുന്നുണ്ട്. അവളെന്തേലും ആയാലും നിനക്കെന്താടാ? നീ എന്തിനാണ് അതിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിന് മാത്രം നിന്റെ ഭാര്യ ഒന്നുമല്ലല്ലോ അവള്. ഋഷി അവനെ രൂക്ഷമായി നോക്കിയപ്പോഴാണ് പറഞ്ഞതിൽ അബദ്ധവന് മനസ്സിലായത്. സോറി കളിയാ, ഓർത്തിട്ടൊരു എത്തുംപിടിയും കിട്ടുന്നില്ലടാ. ആ പേപ്പർ കണ്ടപ്പോൾ അവിടെ കണ്ണിൽ പെടപ്പ് ഞാൻ വ്യക്തമായി കണ്ടതാ. പക്ഷെ അവളൊരു തരത്തിലും പിടിയേറുന്നില്ല. ഒന്ന് സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അത് എന്തിനാലും ചേർത്ത് പിടിച്ചേനെ ഞാൻ. എന്തേനു? മനു സംശയത്തോടെ അവനെ നോക്കി. ഋഷി പിടിക്കപ്പെട്ടവനെ പോലെ തിരിച്ചു. അളിയ കുഴപ്പമായോ? ഋഷിയുടെ ഓരോ മാറ്റങ്ങൾ കൃത്യമായി മനുവിന് അറിയാമായിരുന്നു. ചെറുപ്പം മുതലേ കാണുന്നല്ലേ. ഇപ്പൊ കുഴപ്പമായിട്ടില്ല, പക്ഷെ കുഴപ്പമായേക്കും. ഋഷി ഒരു വളിച്ച ചിരിയോടെ പറഞ്ഞു. നിന്റെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോഴെനിക്ക് മണത്തതാ. ഇത് പ്രേമപ്പനി പിടിച്ചാണെന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.